ഹലോ ഫ്രണ്ട്സ്, മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എനിക്കേറെ ഇഷ്ടപ്പെട്ട 5 മലയാളം സിനിമകളാണ്. എല്ലാവരും കണ്ട സിനിമകൾ തന്നെ ആയിരിക്കാം. ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റിൽ ഞാൻ എന്നും സൂക്ഷിക്കുന്ന കുറച്ച് ചിത്രങ്ങളാണ്. എല്ലാ തരത്തിലുമുള്ള ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തുന്ന മൂവിയാണോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അല്ല എന്നായിരിക്കും ഉത്തരം. പക്ഷേ ഒരു 80s 90s കാലഘട്ടത്തിൽ ജനിച്ചു വളർന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ചുറ്റുപാടുകളും മനസ്സിലാവുന്ന കഥയും ഒക്കെ ചേർന്ന എൻ്റെ ബാല്യത്തെയും എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തെയും സ്വാധീനിച്ച ഞാൻ കൂടെ കൊണ്ട് നടക്കുന്ന 5 ചിത്രങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങളൊക്കെ കണ്ടതായിരിക്കാം. നിങ്ങളുടെ ഒക്കെ കാഴ്ചപ്പാടുകളിൽ ആ മൂവി നിങ്ങളിൽ ചെലുത്തിയ സ്വാധീനം പലതായിരിക്കാം. കണ്ട ആൾക്കാർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതിലും കൂടുതൽ മൂവീസ് ഉണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്ന 5 മൂവിയാണ് ഇത്. ഇനിയും ഇഷ്ടപ്പെട്ട മൂവികൾ നിങ്ങളിലേക്ക് ഞാൻ ഷെയർ ചെയ്തേക്കാം. ഇന്ന് നമുക്ക് ഈ 5 മൂവിയെ പറ്റി സംസാരിക്കാം. വെൽക്കം ടു ലൈഫ് ചാപ്റ്റേഴ്സ്. ആദ്യമായി എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാനുള്ളത് എന്നെ വളരെയധികം സ്വാധീനിച്ച അത് ഞാൻ വളരെ അധികം വൈകിട്ടാണ് ഈ മൂവി കണ്ടത്. ഞാൻ ജനിക്കുന്നതിന് മുമ്പേ ഇറങ്ങിയൊരു മൂവിയാണ്. പക്ഷെ ഞാനത് കണ്ടത് ഞാനൊരു പ്രവാസിയായി ജീവിതം തുടങ്ങി ഒരുപാട് കാലത്തിന് ശേഷമാണ്. ആദ്യമായി ദുബായിൽ ഷൂട്ട് ചെയ്ത ആസാദ് സംവിധാനം ചെയ്ത വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നുള്ള സിനിമയാണത്. നമ്മുടെ പ്രിയപ്പെട്ട MT വാസുദേവൻ നായർ സാറാണ് ആ സിനിമ എഴുതിയിരിക്കുന്നത്. ഒരുപക്ഷെ എന്നിൽ ഏറ്റവും സ്വാധീനം ചെലുത്താൻ കാരണമായതും ഞാനൊരു പ്രവാസി ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഈ സിനിമയിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ആ ഒരു കഥ പറയുന്ന രീതിയും അന്നത്തെ ദുബായിലെ ജീവിതവും ദുബായിലേക്ക് വരാൻ വേണ്ടി എടുത്തൊരു കഷ്ടപ്പാടുകളും ഒക്കെ ആ സിനിമയിൽ വളരെ മനോഹരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആ സിനിമയിലെ ഡയലോഗ്സ് അത് ശ്രീ സുകുമാരൻ പ്രസന്റ് ചെയ്തിരിക്കുന്ന രീതി, അതൊക്കെ വേറൊരാൾക്ക് സാധിക്കാത്ത വിധം ശ്രീ MT എഴുതി വച്ചിരിക്കുന്ന ആ ഡയലോഗിനെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അല്ലെങ്കിൽ അതിനും മേലെ പ്രസന്റ് ചെയ്ത് അതിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ തറപ്പിച്ച് കയറ്റുന്ന ഒരു ഡയലോഗ് ഡെലിവറിയാണ് സുകുമാരൻ്റെ ഈ സിനിമയിൽ. നമുക്കതൊന്നും അറ്റംപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ തന്ന് ഒരു പ്രവാസി എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു മൂവിയാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. സുകുമാരൻ അവതരിപ്പിച്ച രാജഗോപാലൻ മേനോനെയും അതുപോലെ ബഹദൂർ അവതരിപ്പിച്ച മമ്മൂക്കയും ശ്രീവിദ്യ അവതരിപ്പിച്ച മാലതിയെയും ഒന്നും നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. മമ്മൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ, ബഹദൂർ അവതരിപ്പിച്ച മമ്മൂക്കയെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിവിടെയൊക്കെ കാണാൻ പറ്റുന്ന ആരൊക്കെയോ ആണ് ആ മമ്മൂക്ക. പ്രവാസ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പല മമ്മൂക്കമാരിലൂടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ സഹായ മനസ്കതയുള്ള ഒരുപാട് മുഖങ്ങളുണ്ട് ഈ പ്രവാസ ലോകത്ത്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ അത് കാണാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. ഒരു പ്രവാസിയുടെ ജീവിതം എന്താണെന്നും പഴയ ദുബായ് എങ്ങനെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അതിമനോഹരമായൊരു മൂവിയാണ് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ. തീർച്ചയായിട്ടും കണ്ടിട്ട്, കാണാത്തവരുണ്ടെങ്കിൽ കണ്ടതിന് ശേഷം അഭിപ്രായം അറിയിക്കുക. നമുക്ക് അടുത്ത മൂവിയിലേക്ക്, എൻ്റെ അടുത്ത ഇഷ്ടപ്പെട്ട ഒരു മൂവിയിലേക്ക് നമുക്ക് പോവാം. അടുത്ത മൂവി 1989 ശ്രീ പവിത്രൻ സംവിധാനം ചെയ്ത് വീണ്ടും MT സാറിൻ്റെ തിരക്കഥയിൽ തന്നെ പുറത്തിറങ്ങിയ ഉത്തരം എന്ന സിനിമയാണ്. ഇതൊരു കുറ്റാന്വേഷണ സിനിമയുടെ ജേണലിൽ പെടുത്താവുന്ന ഒരു ചിത്രമാണ്. നമ്മളെ ആദ്യന്തം വളരെ സീറ്റ് എഡ്ജിങ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ പിടിച്ചിരുത്തുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ് ഈ മൂവിയിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുക. വളരെ കുറച്ച് കഥാപാത്രങ്ങളേ ഉള്ളൂ. മമ്മൂട്ടിയാണ് പ്രധാന കഥാപാത്രത്തിൽ എത്തിയിരിക്കുന്നത്. എഗെയിൻ വീണ്ടും സുകുമാരൻ വളരെ പവർഫുള്ളായ ഒരു ക്യാരക്ടറാണ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. മമ്മൂട്ടി അവതരിപ്പിച്ച ബാലചന്ദ്രനെയും സുകുമാരൻ അവതരിപ്പിച്ച മാത്യുവിനെയും സെലീനെ അവതരിപ്പിച്ച കഥാപാത്രവും പാർവതി അവതരിപ്പിച്ച കഥാപാത്രവും ഒന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. വളരെ എൻഗേജിങ് ആയിട്ടുള്ള ഒരു എന്താണ് സംഭവിച്ചത് എന്ന ഒരു ക്ലൂവും നമുക്ക് തരാതെ അവസാനം സ്ലോ പേസിൽ പോയി അവസാനം ആ ചുരുളഴിക്കുന്ന ഒരു രീതി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ വിചാരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു മർഡർ കുറ്റാന്വേഷണമോ അങ്ങനത്തെ ആ ടൈപ്പിലുള്ള ഒരു മൂവിയല്ല. നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കണം. വളരെ ഒരു സ്ലോ പേസിൽ എന്നാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എൻഗേജിങ് ആയിട്ട് മുമ്പോട്ട് പോയി
നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്ലൈമാക്സിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു മനോഹരമായ MT തിരക്കഥയാണ് ഉത്തരം. കാണാൻ ശ്രമിക്കുക, എല്ലാവരും അഭിപ്രായങ്ങൾ അറിയിക്കുക. സോ നമുക്ക് അടുത്ത മൂവിയിലേക്ക്. അടുത്ത മൂവി നിങ്ങളിൽ പലരുടെയും ഫേവറേറ്റ് ആയിരിക്കാം. എസ്പെഷ്യലി നിങ്ങളൊരു 90s കിഡ്സ് ആണെങ്കിൽ, നിങ്ങളൊരു മോഹൻലാൽ ഫാൻ ആണെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല മോഹൻലാൽ സിനിമകളിൽ ഒന്ന് ഇത് തന്നെയായിരിക്കും. 1990-ൽ ശ്രീ ഭരതൻ സംവിധാനം ചെയ്ത് പിന്നെയും വൺസ് അഗെയിൻ MT സാറിൻ്റെ തിരക്കഥയിൽ പുറത്തിറങ്ങിയ താഴ്വാരം എന്ന അതിമനോഹരമായ വേൾഡ് ക്ലാസ് മൂവിയാണ് അടുത്തായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. മോഹൻലാൽ, ശങ്കരാടി, സുമലത, പിന്നെ സലീം ഘോഷ്, അങ്ങനെ കുറച്ച് ബാലൻ കെ നായർ, അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രം അഭിനയിച്ച് ഒരു പ്രതികാരത്തിൻ്റെ കഥ പറയുന്ന അതിമനോഹരമായ ഒരു ചലച്ചിത്രമാണ് താഴ്വാരം. ഒരു മലയാളം സിനിമയുടെ പതിവ് ശൈലിയിൽ നിന്ന് മാറി ഒരു ഹോളിവുഡ് വേൾഡ് ക്ലാസ് സിനിമയുടെ രീതിയിലാണ് ഈ സിനിമ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഓരോ ഫ്രെയിം ആണെങ്കിലും, ജോൺസൺ മാഷിൻ്റെ അതിഭീകരമായ മനോഹരമായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും, ഇതൊരു എവിടെയോ നമ്മൾ കണ്ടുമറന്ന ഒരു ഹോളിവുഡ് മൂവിയുടെ എല്ലാ മൂഡിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു പ്രതികാരത്തിൻ്റെ കഥയാണ് താഴ്വാരം. പെർഫോമൻസ്, എല്ലാവരും പെർഫോമൻസ് കൊണ്ട് നമ്മളെ അതിശയിപ്പിച്ച, തിരക്കഥ കൊണ്ട് നമ്മളെ അതിശയിപ്പിച്ച, ഓരോ ഫ്രെയിമുകളും കൊണ്ട് നമ്മളെ അതിശയിപ്പിച്ച, ഇന്നും മലയാളത്തിലെ ഒരു ക്ലാസിക് മൂവിയായിട്ട് എനിക്കിതിനെ കണക്കൂട്ടാൻ പറ്റും. ഈ ഒരു കാലഘട്ടത്തിലൊക്കെയാണ് ആ മൂവി വന്നിരുന്നതെങ്കിൽ, ശ്രീ ഭരതനൊക്കെ ഇപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ, ആ മൂവി ഒന്നും കൂടി എടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഇതൊരു ഹോളിവുഡ് മൂവിയേക്കാളും മികച്ചൊരു മൂവിയായിട്ട് ഇത് വന്നേനെ. അന്നത്തെ ലിമിറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും ലിമിറ്റഡ് ലൈറ്റിങ്ങും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലും ഇത്ര മനോഹരമായിട്ട് ആ മൂവി ചിത്രീകരിക്കാൻ കഴിഞ്ഞത് അവരുടെയൊക്കെ ഒരു ഡെഡിക്കേഷൻ്റെയും കഴിവിൻ്റെയും ഏറ്റവും വലിയ ഉദാഹരണമാണ്. മോഹൻലാൽ എന്താ പറയുക, ആ ഒരു കഥാപാത്രമായിട്ട് പുള്ളിയുടെ എത്രയോ ഒരു 30കളിൽ അഭിനയിച്ച ഒരു കഥാപാത്രമാണ്. എന്തൊരു മെച്യൂരിറ്റിയുള്ള പ്രകടനമാണ് പുള്ളി അതിനകത്ത് കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്കറിയാം നിങ്ങളുടെ പലരുടെയും ഫേവറേറ്റ് മൂവികളിൽ ഒന്നായിരിക്കും താഴ്വാരം എന്ന് പറയുന്നത്. ഇത് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഫേവറേറ്റ് ലിസ്റ്റ് ഒരു മലയാളിക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തിയാൽ സന്തോഷം. നമുക്ക് അടുത്ത മൂവിയിലേക്ക് പോവാം. അടുത്തതായി ഞാൻ പറയാൻ പോകുന്ന മൂവി നമ്മുടെ ഗന്ധർവ സംവിധായകൻ പത്മരാജൻ സംവിധാനം ചെയ്ത ഇന്നലെ എന്ന മൂവിയാണ്. നിങ്ങൾക്കൊക്കെ അതിൻ്റെ കഥ അറിയാമല്ലോ. ഒരു ബസ് അപകടത്തിൽ പരിക്കുപറ്റി ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന മായ എന്ന കഥാപാത്രം അവതരിപ്പിച്ച കഥാപാത്രത്തിലൂടെയാണ് ഈ സിനിമ വളർന്ന് വികസിച്ച് പല ഘട്ടങ്ങളിലേക്ക് പോകുന്നത്. മായയുടെ ജീവിതത്തിൻ്റെ 2 ഘട്ടമാണ് ഈ സിനിമ നമുക്ക് കാണിച്ചു തരുന്നത്. അതിഗംഭീരമായ ഹൃദയസ്പർശിയായ ഒരു സിനിമയാണ് ഇന്നലെ. എത്രയോ ചെറുപ്പത്തിൽ 6 or 7 വയസ്സുള്ളപ്പോൾ കണ്ട സിനിമ ഇത്രയും കാലം നമ്മുടെ കൂടെ സഞ്ചരിക്കുക എന്ന് പറയുമ്പം ആ സിനിമ നമ്മുടെ മനസ്സിൽ ചെലുത്തിയൊരു സ്വാധീനം എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ജയറാം അവതരിപ്പിച്ച ശരത് മേനോൻ ആയിക്കോട്ടെ, ശ്രീവിദ്യയുടെ ഡോക്ടർ സന്ധ്യ ആയിക്കോട്ടെ, സുരേഷ് ഗോപി അവതരിപ്പിച്ച ഡോക്ടർ നരേന്ദ്രൻ, മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകാത്ത ഏറ്റവും നല്ല സുരേഷ് ഗോപി കഥാപാത്രമാണ് ഡോക്ടർ നരേന്ദ്രൻ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് സുരേഷ് ഗോപി മൂവി ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഇത് കഴിഞ്ഞിട്ടേ പുള്ളിയുടെ ഏത് മൂവി ഞാൻ പറയാറുള്ളൂ. അതിൻ്റെ ക്ലൈമാക്സ് സീനിലൊക്കെ സുരേഷ് ഗോപി നമുക്ക് തന്ന ഒരു ഫീലിംഗ്, ആ ഒരു പെയിൻ അതിഗംഭീരമാണ്. അതിനെപ്പറ്റി ഒന്നും നമുക്ക് പറയാൻ പോലും വാക്കുകളില്ല. അത്രയും നല്ല ഇമോഷനാണ് പുള്ളി നമുക്ക് ഷെയർ ചെയ്ത് തന്നത്. പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സംഗീതം ചെയ്ത് മനോഹരമായ പാട്ടുകളൊക്കെ ചേർന്ന് ബ്യൂട്ടിഫുൾ ലൊക്കേഷൻസും ബ്യൂട്ടിഫുൾ ഫ്രെയിമും ഒക്കെ നമുക്ക് സമ്മാനിച്ച ഒരു സിനിമയാണ് ഇന്നലെ. പതിവ് പോലെ മോഹൻ സിത്താരയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ആ സിനിമയെ ഒന്നും കൂടെ എൻഹാൻസ് ചെയ്യുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. എന്തായാലും എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ എന്നും ഉള്ള ഒരു മൂവിയാണ് ഇന്നലെ. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത മൂവിയിലേക്ക് പോവാം. ഇനി ഞാൻ പറയാൻ പോകുന്ന മൂവി നിങ്ങളുടെ എത്ര പേരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആണെന്നും എനിക്കറിയില്ല. പക്ഷേ ഇതെൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയ ഒരു മൂവി തന്നെയാണ്. ഇത് എഴുതിയ സാക്ഷാൽ ശ്രീ ലോഹിതദാസിനെ പോലും വിഷമിപ്പിച്ച, മനസ്സിൽ ഭയങ്കരമായ സമ്മർദ്ദമുണ്ടാക്കിയ, അദ്ദേഹം ഏറ്റവും അധികം വിഷമിച്ച് എഴുതിയ, പല വികാരങ്ങളും കൊണ്ട് വീർപ്പ് മുട്ടി പൂർത്തിയാക്കിയ ഒരു തിരക്കഥയാണ് ചെങ്കോൽ. അതൊരു ഫേവറേറ്റ് മൂവി അല്ലാതിരിക്കാൻ തീരെ നിർവാഹമില്ല.
സേതുമാധവൻ എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതം കടന്നുപോയ വഴികളും അത് അവസാനിക്കേണ്ടുന്ന രീതിയുമൊക്കെ മലയാളികൾ കണ്ട് കരഞ്ഞതാണ്. ഇന്നും ചെങ്കോൽ തുടങ്ങി അവസാനിക്കുന്നത് വരെ നമുക്ക് മനസ്സിലൊരു ആധിയാണ്. എന്താ പറയുക, എത്രയോ തവണ കണ്ടതാണെങ്കിലും ഇവരുടെയൊക്കെ പെർഫോമൻസ് എന്താണ് നമ്മൾ പറയേണ്ടതെന്ന് അറിയാതെ നമ്മളിങ്ങനെ, പ്രത്യേകിച്ച് തിലകനൊക്കെ പല സീൻസും എനിക്കിങ്ങനെ ഓർമ്മ വരും നമ്മളിങ്ങനെ സംസാരിക്കുമ്പം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ സീനുകൾ മാത്രം യൂട്യൂബിലെടുത്ത് കാണുന്ന ഒരാളാണ്. എങ്ങനെയാണ് ഇവരൊക്കെ ഇത് ക്യാമറയുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട് കണ്ണും തള്ളി നിന്നിട്ടുണ്ട് നമ്മൾ. ജോൺസൺ മാഷിൻ്റെ അതിമനോഹരമായ സംഗീതവും ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഈ സിനിമയെ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ തറച്ച് കയറുന്ന രീതിയിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട്. സിബി മലയിലാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. 1993 ഈ സിനിമ തിയേറ്ററിലെത്തിയത്. 31 വർഷമായിട്ടും ഇന്നും കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സിനിമ തന്നെയാണ് ചെങ്കോൽ. എനിക്ക് ഈ സിനിമയ്ക്കകത്ത് എന്താ പറയുക, എന്നെ വല്ലാതെ അങ്ങോട്ട് ഇമോഷണലി എൻഗേജ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതായത് മോഹൻലാൽ ജയിലിൽ നിന്ന് വരുന്ന സമയത്ത് ഓട്ടോറിക്ഷയിൽ വരുന്നു. കൂട്ടുകാരനായ ശ്രീനാഥ് അവതരിപ്പിക്കുന്ന കേശു എന്ന കഥാപാത്രം മകനെയും കൂട്ടി നടന്നു പോകുന്നു. അപ്പോൾ പെട്ടെന്ന് അവരെ കണ്ടിട്ട് ഓട്ടോറിക്ഷ നിർത്തി മോഹൻലാൽ ഇറങ്ങുന്നു, തിരിഞ്ഞു നോക്കുന്നു. ഇവർ രണ്ടുപേരെയും കണ്ണുകൾ തമ്മിൽ ഇടയുന്ന ഒരു സീനുണ്ട്. ആ ഒരു സീൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ട് ജോൺസൺ മാഷ് വേറൊരു ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ തറച്ചം കയറും. രണ്ട് കൂട്ടുകാർ കുറേ നാൾക്ക് ശേഷം കണ്ടുമുട്ടുമ്പോൾ അവരുടെ കണ്ണുകൾ തമ്മിൽ ഇടയുമ്പോൾ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്ത് ആ ഒരു വികാരം നമ്മുടെ മനസ്സിലേക്ക് എങ്ങനെ തള്ളിവിടാൻ ആ മനുഷ്യന് പറ്റിയെന്ന് ജസ്റ്റ് അൺബിലീവബിൾ. എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് മൂവികൾ ഒന്നാണ് ചെങ്കോൽ. നിങ്ങളിൽ പലർക്കും ഇഷ്ടമായിരിക്കാം, ഇഷ്ടമല്ലായിരിക്കാം. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ അഭിപ്രായം അറിയിക്കുക. നമുക്കെന്തായാലും ഇനി വേറെ കുറച്ച് നല്ല മൂവികളുടെ ലിസ്റ്റുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. ഞാൻ ഈ പറഞ്ഞ ഇത്രയും 5 മൂവികൾ എൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് മൂവികൾ തന്നെയാണ്. വേറെയും കുറേ മൂവികളുണ്ട്. അതൊക്കെ നമുക്ക് വീണ്ടും വരുന്ന എപ്പിസോഡ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും കാണുക, അഭിപ്രായം അറിയിക്കുക. ടിൽ ദെൻ, ഗുഡ് ബൈ.